പ്രജന് മധുരം ഇഷ്ടമാണോ? പിന്നെ മധുരം ഇഷ്ടമുള്ള പായസം ഇഷ്ടമാണോ? പായസം ഇഷ്ടമാണ്. ചില നേരത്തെ നമുക്ക് ഈ രാത്രിയിലൊക്കെ പായസം കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു നിവൃത്തിയില്ല. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. രാത്രിയിലും പായസം കുടിക്കണം, ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ആ നേരത്തെ ഒരു രക്ഷയില്ല. കാരണം പാലുണ്ടാവില്ല, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര ക്രേവിംഗ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി കൊച്ചിയിൽ, അത് പായസം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കൊച്ചിയിൽ ഒരു കടയുണ്ട്. അതെ, ആ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പായസം കുടിക്കണമെന്ന് തോന്നിയാൽ കൊച്ചിയിൽ അതിന് എന്തായാലും ഒരു പരിഹാരമുണ്ട്. പുലർച്ചെ വരെ ചൂട് പായസം കിട്ടുന്ന MG റോഡിലെ പായസക്കടയുടെ വിശേഷങ്ങളിലേക്കാണ് മധുരമുള്ള വിശേഷങ്ങൾ. MG റോഡിൽ പത്മ തിയേറ്ററിനോട് ചേർന്നുള്ള ജ്യൂസ് സ്ട്രീറ്റ്. രാത്രിയായാൽ ഇവിടെ വീശുന്നത് പായസത്തിന്റെ മണമുള്ള കാറ്റാണ്. അതെ, കൊച്ചിക്കാർ തേടിയെത്തുന്ന ചൂട് പായസം. ഇസ്മയിലക്കയുടെ പായസക്കട. പാലട, സേമിയ, ഗോതമ്പ്, പരിപ്പ്, അരിപ്പായസം, വെറൈറ്റികൾ പലതരം. വിശേഷ ദിവസങ്ങളിൽ മാത്രം പായസം കുടിച്ച് ശീലിച്ചവരെ ദിവസേന പായസം കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇസ്മയിൽ മാജിക്കിന് ആരാധകർ ഏറെയാണ്. ഇവിടെ നമ്മൾ ഡെയിലി വന്ന് കുടിക്കും. 2 മണി വരെ ഉണ്ടാവും ഇവിടെ. ഡെയിലി നൈറ്റ് നമ്മൾ മാക്സിമം 12, 1 മണി ആ ടൈം തന്നെ വരും. ഇവിടെ ഡെയിലി വന്ന് കുടിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് പെട്ടെന്ന് വന്നു. നമുക്ക് ഇപ്പോൾ ഏത് രാത്രിയിൽ വന്നു കഴിഞ്ഞാലും സാധനം അവിടെ റെഡിയാണ്. ഇപ്പോൾ നമുക്ക് വിചാരിച്ച പോലത്തെ ഏത് നല്ല ടേസ്റ്റുള്ള പായസം നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ചൂട് കൊടുക്കാനോ കുടിക്കുകയും ചെയ്യാം. ഇത് നല്ല അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾ മാർക്കറ്റിൽ ആഴ്ചയിൽ 2 തവണ വരാറുണ്ട്. ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 2 ഗ്ലാസ് പായസം കുടിച്ചിട്ടേ പോകാറുള്ളൂ. ഇവിടുത്തെ പായസം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് നല്ല പുറത്തുള്ളതിനെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. തന്നെ നമ്മളിവിടെ ഹോസ്റ്റലിൽ വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡെയിലി രാത്രി വരുത്തുന്നുണ്ട്. കാരണം നമ്മൾ കണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾക്ക് പായസം കുടിച്ച് ശീലമുള്ളതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മെയിൻലി ഈ സ്പോട്ടാണ് കാണുന്നത്. കാരണം അത്ര പൈസക്ക് നല്ലൊരു പായസം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളം കിട്ടുക പറഞ്ഞാൽ അത്ര നല്ലതല്ലേ. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അത് രാത്രി അതെ, ഒരു കണ്ണൂർ ടച്ചാണ് പായസം ഇവിടെ മെയിനായിട്ട്. കൊച്ചിക്കാർ ഇസ്മയിലക്കയുടെ പായസത്തിന്റെ രുചി നുണഞ്ഞു തുടങ്ങിയത് 2004 മുതലാണ്. ഞാനിപ്പോൾ 18-20 വർഷത്തോളമായി ബിസിനസ് തുടങ്ങിയിട്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അത്യാവശ്യം സെയിലുണ്ട്. പായസമുണ്ട്, പിന്നെ മെയിനായിട്ട് പായസമാണ്. പാലട, സേമിയ, ഗോതമ്പ്, പരിപ്പ്, അരിപ്പായസം അങ്ങനെയുള്ളത്. അറബിക് വിഭവങ്ങളും പലതരം ജ്യൂസുകളും അരങ്ങുവാടുന്ന രാത്രി നേരങ്ങളിൽ ഈ പായസക്കട വേറൊരു വൈബാണ്. രാത്രി അൽഫാമും ഷവർമയൊക്കെ കഴിച്ച് അല്പം മധുരമാകാവുന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും MG റോഡിൽ ഇസ്മയിലക്കയുടെ പായസക്കടയിലേക്ക് വരാം. മൂപ്പർ നിങ്ങളെ നിരാശരാക്കില്ല എന്ന ഉറപ്പാണ്. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24. അപ്പൊ അശ്വിനും നല്ലോണം പായസം കുടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രജൻ. അതെ, അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ രാത്രിയും പായസം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നേരെ വിട്ടോണം ആ കടയിലോട്ട്, അല്ലെ, പായസക്കടയിൽ. അതെ, കൊച്ചിക്കാർക്ക് എന്തായാലും അതൊരു സന്തോഷമാണ്.